നമസ്കാരം, ഞാൻ ഷംസുദ്ദീൻ കുന്നത്ത്. എങ്ങനെയാണ് ഒരു നല്ല ഡെയിലി റൊട്ടീൻ, ഒരു ദിനചര്യ ഉണ്ടാക്കിയെടുക്കുക, ചിട്ടപ്പെടുത്തുക എന്ന് അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ഫോർമാറ്റാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇത് കൃത്യമായി നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ നമ്മൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയും ഇങ്ങനെ നമ്മൾ നമ്മുടെ ദിനചര്യ ചിട്ടപ്പെടുത്തിയാൽ നല്ല എനർജറ്റിക്കായി നല്ല ഉഷാറോടുകൂടി നമുക്കൊരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ഒന്നാമത്തെ കാര്യം, നമ്മൾ ദിവസവും എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ചെയ്യുക എന്നത് നമ്മുടെ ശരീരത്തിന് മാത്രമല്ല, അത് മനസ്സിനെയും ഉന്മേഷത്തോടു കൂടി നിലനിൽക്കാൻ നമ്മളെ സഹായിക്കും. എക്സസൈസിലൂടെ നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുകയും സന്തോഷത്തെയും സമാധാനത്തെയും ഉന്മേഷത്തെയും ഒക്കെ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള രാസപ്രവർത്തനം നടക്കുന്നതിലൂടെ നമുക്ക് ആ ദിവസം മുഴുവനും ഉന്മേഷത്തോടു കൂടി നിലനിൽക്കാൻ കഴിയും. രണ്ടാമത്തത് മെഡിറ്റേഷൻ ആണ്, അല്ല എങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ആണ്. നമ്മുടെ ഫോക്കസിനെ നമ്മളിലേക്ക് കൊണ്ടുവരികയും ഒരു അവയർനെസ് മോഡിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരികയും ചെയ്യുന്ന ഒന്നാണ് മെഡിറ്റേഷൻ, അല്ല എങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയുന്നത്. അത് പ്രാർത്ഥനാ രൂപത്തിലാകാം. പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് അതിലേക്കു തന്നെ, ദൈവത്തിലേക്കു തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് മറ്റു ചുറ്റുവട്ടങ്ങളിൽ നിന്നും ശല്യങ്ങളിൽ നിന്നും ഒക്കെ മാറ്റിവെച്ച് കുറച്ചു സമയം അങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുക, അല്ല എങ്കിൽ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക. മൂന്നാമതായി, പ്രാക്ടീസ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻ. നമുക്ക് നേടിയെടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മനസ്സിനെ ഒരു മന്ത്രം ഉച്ചരിക്കുന്ന രീതിയിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സിനെ വിശ്വസിപ്പിക്കുന്ന ഒന്നാണ് ഈ സ്ഥിരീകരണ വചനങ്ങൾ അഥവാ അഫർമേഷൻസ്. അതുപോലെ തന്നെയാണ് വിഷ്വലൈസേഷൻ. നമ്മുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക, നമ്മളുടെ ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കുന്നതിനായി അതിനൊക്കെ കഴിവുള്ള ആളാണ് നാം എന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ബോധ്യപ്പെടുത്തുന്ന രണ്ടു രീതികളാണ് അഫർമേഷൻസും വിഷ്വലൈസേഷനും. ഒരു സിനിമ കാണുന്നത് പോലെ നമ്മളത് കാണുകയും ഒരു മന്ത്രം ഉച്ചരിക്കുന്നത് പോലെ ഈ അഫർമേഷൻ ഉരുവിടുകയും ചെയ്യുക. നാലാമത്തേത്, മേക്ക് ടു ഡു ലിസ്റ്റ്. നമുക്ക് ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള മുഴുവൻ കാര്യങ്ങളെയും എഴുതി വെക്കുകയും അത് പ്രയോറിറ്റി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഏത് ആദ്യം ചെയ്യണമെന്ന് തീരുമാനിച്ച് അതൊരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുകയും ചെയ്യുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് മാത്രമല്ല, ഏതെങ്കിലും വിട്ടുപോകാതിരിക്കാനും സമയബന്ധിതമായ ആ കാര്യങ്ങളെ ചെയ്യാനും നമ്മളെ അത് സഹായിക്കും. അഞ്ചാമത്തെ ദിനചര്യ എന്ന് പറയുന്നത്, റീഡ് അറ്റ്ലീസ്റ്റ് 20 പേജസ്. മിനിമം നമ്മൾ ഒരു 20 പേജെങ്കിലും വായിക്കുക. അത് ഏതെങ്കിലും രീതിയിലുള്ള പുസ്തകങ്ങളാകട്ടെ, നമ്മളെ മോട്ടീവ് ചെയ്യുന്നതാകട്ടെ, അല്ലെങ്കിൽ നോവലാകട്ടെ, കഥകളാകട്ടെ, അത് നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനെയും നമ്മുടെ സ്വഭാവത്തെയും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതോടൊപ്പം ഭാഷാപരമായും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, മറ്റുള്ളവരുമായി നാം സംസാരിക്കേണ്ട വേർഡ്സും ഭാഷകളും ഒക്കെ നമ്മളിൽ നിറക്കുകയും ചെയ്യും. ആറാമതായി, അറ്റൻഡ് എ കോഴ്സ്. നമ്മളൊരു കോഴ്സിന് ചേരുകയും നമ്മുടെ നിലവിലുള്ള സാഹചര്യത്തെ മെച്ചപ്പെടുത്താൻ, ജോലിയിൽ കയറ്റം കിട്ടാൻ അതിനെ സഹായിക്കുന്ന, അല്ല എങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള സ്കില്ലുകൾ അടങ്ങിയ ഒരു കോഴ്സിന് നാം ചേരുകയും അത് ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും അതിൽ കൺസിസ്റ്റന്റ് ആയി അതിൽ വ്യാപൃതരാകുകയും ചെയ്യുക. അത് നമ്മളെ പേഴ്സണലായും പ്രൊഫഷണലായും ഉയർത്താനും ഒക്കെ നമ്മളെ സഹായിക്കും. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, റൈറ്റ് യുവർ പേഴ്സണൽ അക്കൗണ്ട്. നമ്മുടെ ഒരു ദിവസത്തെ മുഴുവൻ വരുമാനം എത്ര, അതിലിത്ര ചിലവായി, ഏതൊക്കെ മേഖലയിൽ ചിലവാക്കി എന്ന രീതിയിൽ അതിന് ഒരു അക്കൗണ്ട് ബുക്ക് നാം കാത്തു സൂക്ഷിക്കുക. പഴയതുപോലെയല്ല, മൊബൈൽ ഫോണിലൊക്കെ നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ സൂക്ഷിക്കാൻ ഇപ്പോൾ കഴിയും. അങ്ങനെ നിർബന്ധമായും ഏറ്റവും ചുരുങ്ങിയ എമൗണ്ട് ആണ് എങ്കിൽ പോലും അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. അത് നമ്മുടെ സമ്പത്തിനെയും സമ്പാദ്യ ശീലത്തെയും ഒക്കെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നമ്മുടെ ഓരോ ദിവസത്തെയും അക്കൗണ്ട്, വരവ് ചിലവുകൾ നാം എഴുതി സൂക്ഷിക്കുക. എട്ടാമത്തത് വളരെ നല്ല ഒരു സ്വഭാവമാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും കോൺഫിഡൻസിനും നമ്മളോട് സെൽഫ് ലവ് ഒക്കെ കൂടുന്നതിന് വേണ്ടി മെയിൻ ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ ഈ ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങളെ മുഴുവനും ഓർക്കുകയും
അതിന് സാഹചര്യമൊരുക്കുകയും അതിനെ സഹായിക്കുകയും ഒക്കെ ചെയ്ത ആളുകളെ അവരോട് നന്ദി പറയുക എന്നതാണ്. അതൊരു പക്ഷെ ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ പുസ്തകം എഴുതിയ ഓതറോടാകാം, ഒരു വീഡിയോ കണ്ടത് ആ വീഡിയോ പ്രസന്റ് ചെയ്ത വ്യക്തിയോടാകാം, അല്ല എങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും രീതിയിലുള്ള നമ്മുടെ കൊളീഗിനോടാകാം, അയൽവാസിയോടാകാം, സമൂഹത്തിലുള്ള ആരോടെങ്കിലും ആകാം, നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾ തന്നെയാകാം, മാതാവാകാം, പിതാവാകാം, ഭാര്യയാകാം, ആരായാലും അവരോട് നന്ദി പ്രകടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക. 9-ാമതായി എൻജോയ് 30 minutes വിത്ത് യുവർ ലവ്ഡ് വൺസ്. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളുകൾ, നമ്മുടെ വീട്ടുകാർ, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ മാതാപിതാക്കൾ, അല്ല എങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, നമ്മളെ പോസിറ്റീവായി സഹായിക്കുന്ന ആളുകൾ, നമ്മളെ പ്രചോദിപ്പിക്കുന്ന ആളുകൾ, നമ്മുടെ ഫ്രണ്ട്സ്, ആരായാലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമായി ഒരു 30 മിനിറ്റ് ഒരു ദിവസത്തിൽ നാം ചിലവഴിക്കുക. അത് നേരിട്ടാകാം, ബൈ ടെലിഫോണിലാകാം, ഏതു രീതിയിലാണ് എങ്കിൽ പോലും നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളുകളുമായി ഒരു 30 മിനിറ്റെങ്കിലും ഒരു ദിവസത്തിൽ നാം ചിലവഴിക്കാൻ ശ്രദ്ധിക്കുക. 10-ാമതായി 10 questions വിത്ത് യു. നമ്മളെ സംബന്ധിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെട്ട, ഈ ദിവസത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട 10 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ചോദിക്കുക. അതുമൂലം ആ ഒരു മുഴുവൻ ദിവസം നമ്മുടെ മനസ്സിലേക്ക് വരികയും അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ സൊല്യൂഷൻ, അതിനെ സോൾവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയും ചെയ്യും. നമ്മുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം നമുക്ക് തന്നെ കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ദിവസേന 10 ചോദ്യങ്ങൾ നമ്മളോട് തന്നെ നാം ചോദിക്കുകയും അതുമൂലം അന്നത്തെ ദിവസത്തെ മുഴുവൻ കാര്യങ്ങളെയും ഓർത്തെടുക്കാൻ കഴിയുന്നതോടൊപ്പം നമ്മുടെ ഇന്നർ വോയിസിൽ നിന്നും അത്തരം പ്രശ്നങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്താനും നമുക്ക് കഴിയും. ഇങ്ങനെ ഈ 10 കാര്യങ്ങൾ നമ്മുടെ ഡെയിലി റൊട്ടീനിൽ, ദിനചര്യയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഇങ്ങനെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് നാം കാര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും 7 ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതം ഒരുപാട് മാറുന്നതും ഒരുപാട് പോസിറ്റീവ് ആകുന്നതും കോൺഫിഡൻസ് വർദ്ധിക്കുന്നതുമെല്ലാം നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദിനചര്യകളിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നമുക്കെല്ലാം കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു പോസിറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.